സൗണ്ട് ചെക്ക് ചെയ്യൂട്ടാ. സൗണ്ട് ചെക്ക് ചെയ്യുക. സൗണ്ട് ഓക്കെ ആണ്, ഒന്ന് കൺഫേം ചെയ്യും. ഹലോ, സൗണ്ട് ചെക്ക് ചെയ്യുക. ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടാ. ഫസ്റ്റ് പറയുന്ന ഏരിയ റിവിഷൻ ക്ലാസ് ആണ്. റിവിഷൻ മീൻ ഓൾറെഡി ക്ലാസ് കിട്ടിയിട്ട് റിവൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഓടിച്ചു പോകുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡൗട്ടിന് ക്ലിയർ ചെയ്യാം കേട്ടാ. ഉള്ളി കോസ്റ്റിംഗ് പാർട്ട് മാത്രം ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉള്ളവർ ക്ലിയർ ചെയ്യാം. ഓക്കെ. തിയറി പാർട്ട് ഫസ്റ്റ് പറയുന്ന ഏരിയ മീനിങ് ഓഫ് കോസ്റ്റ്, എന്താണ് കോസ്റ്റ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് പറയുന്നുണ്ട്, നെക്സ്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ്. ഇങ്ങനെയുള്ള തിയറി പാർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടാ? അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഏരിയ ക്വസ്റ്റ്യൻസ് ഏരിയ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതല്ല, ഏതെങ്കിലും തിയറി പാർട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഫസ്റ്റ് പഠിക്കുന്ന ഏരിയയിൽ ചാപ്റ്ററിൽ കോസ്റ്റിംഗിന്റെ പാർട്ടിൽ ഫസ്റ്റ് മീനിങ് ഓഫ് കോസ്റ്റ്, ദെൻ മീനിങ് ഓഫ് കോസ്റ്റിംഗ്, നെക്സ്റ്റ് വൺ മീനിങ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് എലമെന്റ് ഡിഫറൻസ് പറയാം. ഈ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് മീൻ ടെക്നിക്കാണ്. കോസ്റ്റ് പറഞ്ഞാൽ എലമെന്റ് ചെലവാണ്. മേ ബി മെറ്റീരിയൽ കോസ്റ്റ് ആവാം, ലേബർ കോസ്റ്റ് ആവാം, വേരിയബിൾ ഓവർഹെഡ് ആവാം, ഇനി അതർ എലമെന്റ് കോസ്റ്റ്. ഇതാണ് കൺസെപ്റ്റ് കോസ്റ്റ്. സെയിം ടൈമിൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കാണ്. എക്സാമ്പിൾ നമ്മൾ ഇന്ററിന് പഠിച്ചിട്ടുണ്ടാവും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മീൻ അത് ടെക്നിക്കാണ്. അതുപോലെ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കാണ്. പ്രോസസ് കോസ്റ്റിംഗ്, പ്രോസസ് മീൻ ടെക്നിക്കാണ്. ജോബ് കോസ്റ്റിംഗ്, കോസ്റ്റിംഗ് ടെക്നിക്ക് എന്നാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ എക്സാം പേപ്പറിൽ പഠിക്കുമ്പോൾ കോസ്റ്റ് മീൻ സിംഗിൾ എലമെന്റ് ആണ്. എക്സാമ്പിൾ മെറ്റീരിയൽ കോസ്റ്റ് ആവാം, ലേബർ കോസ്റ്റ് ആവാം, അതർ വേരിയബിൾ എലമെന്റ് ആവാം. സെയിം ടൈമിൽ കോസ്റ്റിംഗ് എന്നാൽ ഇറ്റ്സ് എ കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് ഓഫ് ടെക്നിക്കലി കൺസെപ്റ്റ് ഓഫ് കോസ്റ്റിംഗ്, ടെക്നിക്കിനെ വിളിക്കുന്ന കൺസെപ്റ്റ് ആണ് കോസ്റ്റിംഗ്. ഓക്കെ. കഴിഞ്ഞ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ തിയറി പാർട്ട് ഫുൾ കവർ ചെയ്യുന്നില്ല. ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പോയിന്റ് ഔട്ട് പറയട്ടെ, ഏതെങ്കിലും പോയിന്റ്. ഈ ഒബ്ജക്റ്റീവ്സ് ക്വസ്റ്റ്യൻ റെഫർ ചെയ്യാം. ഓക്കെ. പിന്നെ എക്സാം പേപ്പറിൽ മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഏരിയ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ ചോദിക്കാം. അതുപോലെ ഇന്ന നമ്പറിന്റെ പേരും ചോദിക്കാം. എക്സാം പേപ്പറിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ന് കറസ്പോണ്ടിങ് 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് പ്രസന്റ്ലി പഠിക്കാനുള്ളത്. നിങ്ങൾ ഫയലിലാവും പഠിക്കും കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതിൽ നമ്പർ ടോട്ടൽ നമ്പർ 24 നമ്പർ ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 24 ആണ്. മേ ബി അതിൽ റെലവെന്റ് ഫോർത്ത് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ക്യാപിറ്റീവ് കൺസെപ്ഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 ആണ്, ക്യാപിറ്റീവ് കൺസെപ്ഷൻ. അങ്ങനെ ഓരോ പോയിന്റുകൾ ചോദിക്കാം. ജസ്റ്റ് നോക്കിയാൽ മതി. മെറ്റീരിയൽ കോസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ആണ്. എംപ്ലോയി കോസ്റ്റ് ലേബർ കോസ്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് 7 ആണ്.
നിങ്ങളുടെ പേരും വേണമെങ്കിൽ ചോദിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് 24 നമ്പേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് പറയുമ്പോൾ കോസ്റ്റിനെ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ഓൺ ദി ബേസ് ഓഫ് എലമെന്റ് മീൻ മെറ്റീരിയൽ ഒരു എലമെന്റ് ആണ്, ലേബർ ഫോഴ്സ് അനദർ എലമെന്റ് ആണ്, അനദർ ഓവർഹെഡ് അനദർ എലമെന്റ് ആണ്. കോസ്റ്റിനെ ക്ലാസിഫൈഡ് ഓൺ ദി ബേസ് ഓഫ് നാച്ചുറൽ ഓർ എലമെന്റ് ആണ് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്. നെക്സ്റ്റ് വൺ എക്സ്പെൻസ് മീൻ അതർ ഓവർഹെഡ്, എക്സ്പെൻസ് മീൻ അതർ ഓവർഹെഡ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് പറയട്ടെ, ഡീറ്റെയിൽ തിയറി പറയുന്നില്ല. അതുപോലെ ഈ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം ഈ പോയിന്റില്. മേ ബി എക്സാമിന് ഒരു ഏതെങ്കിലും ഇൻഡസ്ട്രി, ഇപ്പൊ എക്സാമ്പിൾ സ്റ്റീൽ മേക്കിംഗ് അല്ലെങ്കിൽ സിമെന്റ് ഇൻഡസ്ട്രി ആണെങ്കിൽ, സ്റ്റീൽ മേക്കിംഗ് അല്ലെങ്കിൽ സിമെന്റ് മേക്കിംഗ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവര് ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ് പെർ ടൺ ആണ്. ഒരു ടണ്ണിന് എത്ര കോസ്റ്റ് വന്നു, ഇതാണ് കോസ്റ്റ് യൂണിറ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ ഷുഗർ ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു കിൻഡൽ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാണ്, കറസ്പോണ്ടിങ് കോസ്റ്റ് യൂണിറ്റ് ആണ്, കോസ്റ്റ് എലമെന്റ് ആണ്, കോസ്റ്റ് യൂണിറ്റ് ആണ്, കോസ്റ്റ് പെർ കിൻഡൽ ആണ്. ഇൻ കേസ് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ കോസ്റ്റ് പെർ മീറ്റർ, ഒരു മീറ്റർ ടെക്സ്റ്റൈൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എലമെന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എക്സാമ്പിളായി ക്വസ്റ്റ്യൻ ചോദിക്കും. കുറെ പോയിന്റുകളുണ്ട്. ഇവിടെ റെലവെന്റ് കേട്ടോ, കോസ്റ്റ് ഷീറ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഡീറ്റെയിലേക്ക് പറയാം. മെയിൻലി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏരിയ, പ്രോബ്ലം ഏരിയ വരുന്നത് കോസ്റ്റ് ഷീറ്റ് ആണ്. ഈ കോസ്റ്റ് ഷീറ്റ് മേ ബി ഇന്റർ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ പ്രൈം കോസ്റ്റ് എന്താണ്, പ്രൈം കോസ്റ്റ് മീൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. മിനിറ്റ്, എക്സൽ ഓപ്പൺ ആക്കാം, വെയിറ്റ് ചെയ്യാം. കേട്ടോ, നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന എലമെന്റ് പ്രൈം കോസ്റ്റ് ആണ്. എന്താണ് പ്രൈം കോസ്റ്റ്? പ്രൈം കോസ്റ്റ് ഈസ് ഇക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് അതർ എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ മൂന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെയും ഡയറക്റ്റ് ലേബർ കോസ്റ്റിനെയും ഡയറക്റ്റ് എക്സ്പെൻസിനെയും കോമൺലി വിളിക്കുന്ന കൺസെപ്റ്റ് ആണ് പ്രൈം കോസ്റ്റ്. ഫസ്റ്റ് പഠിക്കുന്ന ഏരിയ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മേ ബി നിങ്ങളോട് കമ്പ്യൂട്ട് പർച്ചേസ്, ഈ വർഷം എത്ര യൂണിറ്റ് ആണ് പർച്ചേസ് റോ മെറ്റീരിയൽ ചെയ്യാം. കേട്ടാ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. കേട്ടാ, ശ്രദ്ധിക്കുക.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 പ്രകാരം കോസ്റ്റ് ഷീറ്റ് ഫുൾ ഡീറ്റെയിൽ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 1 പ്രകാരം പറയുന്നത് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് പർച്ചേസ് ആണ്. എങ്ങനെയാണ് പർച്ചേസ് കാണുക? ക്വസ്റ്റ്യനിൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഒരു മന്ത് ആണെങ്കിൽ ജാനുവരി മന്തിൽ പ്രൊഡക്ഷന് വേണ്ടി റോ മെറ്റീരിയൽ ഉപയോഗിച്ചത് 26,500 യൂണിറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് 4,500 യൂണിറ്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 3000. നിങ്ങൾ ബേസിക് കൺസെപ്റ്റ് അറിയാം. റോ മെറ്റീരിയൽ നിങ്ങൾ ബേസിക് കൺസെപ്റ്റ് ആണ്. കോസ്റ്റിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ ഒരു മന്ത് ജാനുവരി മന്ത് ആണെങ്കിൽ ആ ജാനുവരി മന്തിൽ പ്രൊഡക്ഷന് വേണ്ടി റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു റോ മെറ്റീരിയൽ കൺസംഷൻ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ആ മന്തിലെ പർച്ചേസ് പ്ലസ് മൈനസ് ക്ലോസ് സ്റ്റോക്ക്. ഇതാണ് നോർമലി വരുന്ന കൺസെപ്റ്റ് ഒക്കെ. ശ്രദ്ധിക്കുക, റോ മെറ്റീരിയൽ consumption is equal to opening stock of raw material. Opening stock of raw material ആണ് opening stock of raw material plus purchase minus closing stock of raw material. ഇതാണ് നോർമലി റോ മെറ്റീരിയൽ കൺസംഷൻ. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് ഈസ് ഈക്വൽ ടു എങ്ങനെ പർച്ചേസ് കാണാം? പർച്ചേസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പ്രകാരം പർച്ചേസ് കാണുമ്പോൾ പർച്ചേസ് ഈസ് ഈക്വൽ ടു ഓൾറെഡി പർച്ചേസ് കിട്ടും. എന്തായിരിക്കും പർച്ചേസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ റോ മെറ്റീരിയൽ കൺസംഷൻ plus raw material consumption plus closing stock of raw material. Same equation, closing stock of raw material minus opening stock of raw material. ഇതാണ് കൺസെപ്റ്റ്. റിവൈൻഡ് ചെയ്യാം. കോസ്റ്റിംഗില് ആ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന ഏരിയ, കോസ്റ്റ് ഷീറ്റിൽ ഫസ്റ്റ് വരുന്ന ഏരിയ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ 3 എലമെന്റിനെ കോസ്റ്റിംഗ് പ്രകാരം കോമൺലി വിളിക്കുന്ന കൺസെപ്റ്റ് ആണ് പ്രൈം കോസ്റ്റ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ടേം പഠിക്കാനുള്ളത് ഒരു മന്ത്, എക്സാമ്പിൾ ജാനുവരി മന്തോ ഫെബ്രുവരി മന്തോ മാർച്ചോ മന്ത് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു മന്ത് ആണെങ്കിൽ ആ മന്തിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, പ്രൊഡക്ഷന് വേണ്ടി റോ മെറ്റീരിയൽ കൺസംഷൻ ഇസ് ഇക്വൽ, എത്ര റോ മെറ്റീരിയൽ ആണ് കൺസ്യൂം ചെയ്തത് ഇസ് ഇക്വൽ ടു ടോട്ടൽ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി പർച്ചേസിനോട് കൂടി ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യാം. അതിൽ നിന്നും ക്ലോസ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കുറച്ചാൽ കിട്ടുന്ന എമൗണ്ട് ആണ്, കിട്ടുന്ന കൺസെപ്റ്റ് ആണ് റോ മെറ്റീരിയൽ കൺസംഷൻ. അങ്ങനെയാണെങ്കിൽ ആ സെയിം ഇക്വേഷൻ പ്രകാരം സോൾവ് ചെയ്യുമ്പോൾ പർച്ചേസ് ഈസ് ഈക്വൽ ടു റോ മെറ്റീരിയൽ കൺസംഷൻ, ഈ മന്തിൽ റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തു പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ കൺസെപ്റ്റിന്റെ പേരാണ് പർച്ചേസ് എലമെന്റ്. അങ്ങനെയാണ് നോക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ഫ്രം ദി എബവ് ഇൻഫർമേഷൻ, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് പർച്ചേസ് എമൗണ്ട് ആണ്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അറിയാം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അറിയാം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അറിയാം. എമൗണ്ട് പറയും, പെട്ടെന്ന് പറയും. എത്ര എമൗണ്ട്? എല്ലാവരും പറയാം, എല്ലാവരും ചാറ്റ് ചെയ്യാം.
എത്ര എമൗണ്ട് ആണ് പർച്ചേസ് എമൗണ്ട്. ഒരു ഇക്വേഷൻ പറഞ്ഞു, പർച്ചേസ് ഈസ് ഈക്വൽ ടു, ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. ആ ഇക്വേഷൻ പ്രകാരം സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പർച്ചേസ് എമൗണ്ട് എന്ന് പറയും. പെട്ടെന്ന് പറയും, എല്ലാ റിപ്ലൈ കേട്ടാ. പർച്ചേസ് എമൗണ്ട് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ചെയ്യുമ്പോൾ 26,500 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 4,500 മൈനസ് 3,000. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ₹28,000. ഒന്ന് റിപ്ലൈ ചെയ്യും, ആ എമൗണ്ട് ആണെന്നുള്ളത്. ഞാൻ ചെയ്യണ ഓക്കെ. 28,000 കിട്ടുന്നുണ്ടാ? ഓക്കെ, ബാക്കിയുള്ളവര് ഓക്കെ ഓക്കെ. ഈ ആൻസർ നോക്കാം. ആൻസർ ആണ് 28,000. ചെയ്ത ഫോർമാറ്റ് നോക്കും വേണ്ട, ആൻസർ ഒക്കെ ചെയ്ത ഫോർമാറ്റ് നോക്കും വേണ്ട, ആൻസർ ഒക്കെ 28,000. ഓക്കെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 പ്രകാരം പറയുന്നത് പ്രൈം കോസ്റ്റ് 33,500. ഈ പ്രൈം കോസ്റ്റ് എന്താ ഓൾറെഡി പറഞ്ഞു. പ്രൈം കോസ്റ്റ് ഈക്വൽ ടു, അതിൽ വേണമെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് ആവാം, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആവാം, ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ് ആവാം. അതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് മീൻ 33,500. ഡിപ്രീസിയേഷൻ എമൗണ്ട് 1,500. ഫാക്ടറി റെന്റ് ഈസ് 200% ഓഫ് ഡിപ്രീസിയേഷൻ. ഫൈൻഡ് ഔട്ട് ഫാക്ടറി കോസ്റ്റ്. നിങ്ങൾ ഫോർമാറ്റ് നോക്കും, ഫോർമാറ്റ് നോക്കുമ്പോൾ വെയിറ്റ് ചെയ്യാം. കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് നോക്കുമ്പോൾ നോക്കണ്ട, ഇതാണ് ഫോർമാറ്റ്. ഫോർമാറ്റ് ഓഫ് കോസ്റ്റ് ഷീറ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ ഓപ്പണിംഗ് പർച്ചേസ് റോ മെറ്റീരിയലാണ്. ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഇസ് ഈക്വൽ ടു കിട്ടുന്ന എമൗണ്ട്. ഫോർമാറ്റ് പറയും, ഫോർമാറ്റ് പ്രകാരം മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ് കിട്ടുന്ന എമൗണ്ട് ആണ് പ്രൈം കോസ്റ്റ്. ഒരു പറഞ്ഞു. അത് കഴിഞ്ഞാൽ അതിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് ഐഫൺ നോക്കട്ടാ, ഐഫൺ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. എക്സാമ്പിൾ ഇൻഡയറക്റ്റ് വേജ്, റെന്റ് ആൻഡ് റേറ്റ്സ്, ലൈറ്റ്സ് ആൻഡ് ഹീറ്റിംഗ്, പവർ ആൻഡ് ഫ്യൂവൽ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ഡ്രോയിങ്, ഓഫീസ് എക്സ്പെൻസ്, റിസർച്ച് ആൻഡ് എക്സ്പെരിമെന്റ്, ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ്. ഉദ്ദേശം കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രകാരം കാണേണ്ട ഐറ്റം, ക്വസ്റ്റ്യൻ പ്രകാരം കമ്പ്യൂട്ട് ചെയ്യേണ്ട ഐറ്റം എന്തായിരുന്നു? കമ്പ്യൂട്ട് ചെയ്യേണ്ട ഐറ്റം ഫാക്ടറി കോസ്റ്റ് ആണ്. ഫാക്ടറി കോസ്റ്റ് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആ ഫാക്ടറിയിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പ്രൈം കോസ്റ്റിനോട് കൂടി ഡിപ്രീസിയേഷൻ എമൗണ്ടും ഫാക്ടറി റെന്റൽ എമൗണ്ടും ആഡ് ചെയ്യാം. ഈ കിട്ടുന്ന എമൗണ്ടിന്റെ പേരാണ് ഫാക്ടറി കോസ്റ്റ്. എമൗണ്ട് പറയും നിങ്ങൾ ചെയ്യുമ്പോൾ. പ്രൈം കോസ്റ്റ് കാണാനുള്ള കമ്പ്യൂട്ടേഷൻ ഓഫ് ഫാക്ടറി കോസ്റ്റ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഫാക്ടറി കോസ്റ്റ് ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ പ്രൈം കോസ്റ്റ് hyphen given. Prime cost already given. Given amount is equal to 33,500. 33,500. Add adinode koodi add first one depreciation amount hyphen given. Depreciation amount already given 1,500. Second one add factory rent 200% of depreciation. Factory rent hyphen 200% of depreciation.
200% of depreciation amount 200%, that is 1005 depreciation അതിന്റെ 200% is equal to 200% is equal to 3000. Factory cost 3000. Sorry, factory rent total, sorry, factory cost is equal to total sum up ചെയ്യാം 38,000 പെട്ടെന്ന് കംപ്ലീറ്റ് ആയപ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയാലും പറയാം, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയാലും പറയണം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉള്ളവർ ചോദിക്കട്ടാ. ഓക്കെ, ശ്രദ്ധിക്കാം. ആൻസർ ആണ് 38,000. ആൻസർ ആണ് 38,000. ഓക്കെ ഓക്കെ, ഇനി ഈ ഫോർമാറ്റ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 പ്രകാരം പഠിക്കാനുള്ള ഏരിയ ശ്രദ്ധിക്കട്ടോ. 3 find out cost of goods sold. നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് പഠിക്കുമ്പോൾ കോസ്റ്റ് ഷീറ്റിന്റെ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന എമൗണ്ട് ആണ് പ്രൈം കോസ്റ്റ്. അതിനോട് കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ്, ഫാക്ടറിയുമായിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നോർമലി ഫാക്ടറി കോസ്റ്റ് എന്ന് പറയും. പിന്നെ വരുന്ന എമൗണ്ട് ആണ് കറസ്പോണ്ടിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മീൻ നിങ്ങൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, ആ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് വിൽക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. എത്ര കോസ്റ്റ് ആണ് ആക്ച്വലി വന്നത്. കോസ്റ്റ് ഓഫ് സെയിൽ മീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഫോർമുല കാണിക്കാൻ വേണ്ടിയ കേട്ടോ. ഫോർമാറ്റില് സ്റ്റോക്കിന്റെ രണ്ടാമത്തെ ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഈ എമൗണ്ടോട് പറഞ്ഞാണ് ഫാക്ടറി കോസ്റ്റ്, ഇവിടെ പറഞ്ഞ ഏരിയ ഫാക്ടറി കോസ്റ്റ്. അതിനോട് കൂടി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ലൈക്ക് റെന്റ് ആൻഡ് റൈറ്റ് ഓഫീസ്, സാലറീസ് ഓഫീസ്, അങ്ങനെയുള്ള ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡിങ് ബാങ്ക് ചാർജ് ഉൾപ്പെടെ. അത് കഴിഞ്ഞാൽ നാലാമത്തെ എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇതാണ് കാണാനുള്ള എമൗണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിനോട് കൂടി ഗുഡ്സ് സെല് ചെയ്യുമ്പോൾ കറസ്പോണ്ട് ലാസ്റ്റ് വരുന്ന ഐറ്റംസ് ആണ് കോസ്റ്റ് ഓഫ് സെയിൽ. ഇതാണ് മാറ്റം വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പ്രകാരം കാണാൻ പറയുന്ന ഐറ്റം നോക്കാം. കോസ്റ്റ് ഓഫ് സെയിൽ 37,416. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് 600. ഡിസ്കൗണ്ട് ഓൺ സെയിൽ 50% ഓഫ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്. ഫൈൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഫോർമാറ്റ് പ്രകാരം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടി സെല്ലിംഗ് എക്സ്പെൻസ്, ദാറ്റ് ഈസ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ സെയിൽ, ഇങ്ങനെയുള്ള സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിന്റെ പേരാണ് കോസ്റ്റ് ഓഫ് സെയിൽ. റിവൈൻഡ് ചെയ്യാം.
ആ ഫോർമാറ്റ് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റിൽ ഇതുക ഫസ്റ്റ് പ്രൈം കോസ്റ്റ് ഫോർമാറ്റ് പഠിക്കുമ്പോൾ ഫസ്റ്റ് വൺ പ്രൈം കോസ്റ്റ്, ഫസ്റ്റ് വൺ പ്രൈം കോസ്റ്റ്, അതിനോട് കൂടി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് അത് കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഐറ്റംസ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 20. സ്റ്റാർട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. കേട്ടോ 20. അർഷദ പിന്നെ ഇനി ഓഫീസിൽ പോകും. ഓക്കെ സോറി ട്ടാ. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഇതിനോട് കൂടി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടി ആഡ് സെല്ലിംഗ് എക്സ്പെൻസ്. സെല്ലിംഗ് എക്സ്പെൻസ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, ഡിസ്കൗണ്ട് അലൗഡ്, സെയിൽസുമായി വരുന്ന എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് സെയിൽ. കോസ്റ്റ് ഓഫ് സെയിൽ ഇതാണ് കിട്ടുന്ന കോസ്റ്റ് ഓഫ് സെയിൽ ഫിഗർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ പ്രകാരം കാണാൻ പറഞ്ഞ ഐറ്റം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് സെയിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് sold is cost of goods sold is equal to cost of goods sold is equal to cost of sale നിന്നും സെല്ലിംഗ് എക്സ്പെൻസ് കുറക്കാം. എന്ത് കിട്ടും? കറസ്പോണ്ടിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടി
സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് സെയിൽ. നേരെ ഓപ്പോസിറ്റ്, കോസ്റ്റ് ഓഫ് സെയിലിൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസ്, സെല്ലിംഗ് മീൻ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസോ ഡിസ്കൗണ്ട് അലൗഡോ സെയിൽസുമായി വരുന്ന എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്ന ഐറ്റംസ് ആയിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി ഈ ക്വസ്റ്റ്യനിലൊക്കെ പെട്ടെന്ന് ചെയ്യും, എമൗണ്ട് പറയും എത്രയാണ്. കോസ്റ്റ് ഓഫ്, ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. കോസ്റ്റ് ഓഫ് സെയിൽ അറിയാം, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസും ഡിസ്കൗണ്ട് ഓൺ സെയിൽസും അറിയാം. ഫൈൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പെട്ടെന്ന് നോക്കൂ. എമൗണ്ട് പറയും. ടോട്ടൽ എമൗണ്ട് ഒക്കെ എല്ലാവരും ചെയ്യട്ടാ. ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യാം. ടോട്ടൽ എമൗണ്ട് ആണ് 36,516. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാറൊന്നുമില്ല. ഫാക്ടറി കോസ്റ്റ്, എങ്ങനെ ഫാക്ടറി കോസ്റ്റ് വരിക? ഫാക്ടറി കോസ്റ്റ് മീൻ പ്രൈം കോസ്റ്റിനോട് കൂടി അതർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യപ്പെടുന്ന ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് 3,95,000. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വിച്ച് ഈസ് 7.315% ഓഫ് ഫാക്ടറി കോസ്റ്റ്. നേരെ അപ്ലൈ ചെയ്യാറൊന്നുമില്ല. 3,95,000 7.315% ആണ് ഫാക്ടറി അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എങ്കിൽ ആ എക്സ്പെൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ചെയ്യുന്നു വേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5, ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് 58,000, നെറ്റ് ഫാക്ടറി കോസ്റ്റ് 54,000, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് 8,000. ഫൈൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്വസ്റ്റ്യൻ പ്രകാരം പറയുന്നത് 2 എലമെന്റ് ആണ് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ഈ ഫാക്ടറി കോസ്റ്റ് മീൻ എന്താണ്? ഫാക്ടറി കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ് മീൻ ഫാക്ടറിയിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എക്സാമ്പിൾ ഫാക്ടറിയുടെ റെന്റ്, പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട്, ഇങ്ങനെ വരുന്ന എമൗണ്ട് ആണ് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. നോർമലി ഫാക്ടറി കോസ്റ്റ് 58,000. നെറ്റ് ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു 54,000. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് WIP 8,000. ഫൈൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഓക്കെ, ഈ ഫോൺ കട്ടാവുന്നേ CA എക്സാം നടക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ. ഓക്കെ ലൈന് പോകുന്നു. ഓക്കെ, ക്വസ്റ്റ്യനില് ഗ്രോസ് ഫാക്ടറി കോസ്റ്റും നെറ്റ് ഫാക്ടറി കോസ്റ്റും ഓപ്പണും വർക്കിംഗ് പ്രോസസ് കാണാനുള്ള ഐറ്റം ക്ലോസിംഗ്.
ഇക്വേഷൻ കറസ്പോണ്ടിങ് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് പഠിക്കാറുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു പ്രൈം കോസ്റ്റ് പറഞ്ഞു, അതിനോട് കൂടി ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, എക്സാമ്പിൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റോ മറ്റുള്ള ഐറ്റംസോ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ് പറഞ്ഞു. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽ എന്നൊക്കെ എലമെന്റ് പറയും, വിത്തൗട്ട് കൺസിഡറിങ് സ്റ്റോക്ക് എലമെന്റ്, സ്റ്റോക്കിന്റെ കൺസെപ്റ്റ് കൂട്ടാതെ. ഇനി ഈ ഫാക്ടറി കോസ്റ്റ്, ഒരു ഫാക്ടറിയിൽ വരുന്ന നെറ്റ് ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഫാക്ടറി കോസ്റ്റിനോട് കൂടി, ശ്രദ്ധിക്കാം കാണിക്കാം, ശ്രദ്ധിക്കട്ടോ, നെറ്റ് ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓപ്പണിംഗ് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, WIP ആണ്, WIP എലമെന്റ് ആയിരിക്കും, മൈനസ് ക്ലോസിംഗ് റോ മെറ്റീരിയൽ, ദാറ്റ് ഇസ് WIP. റിവൈൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ പ്രകാരം നോക്കുമ്പോൾ നെറ്റ് ഫാക്ടറി കോസ്റ്റ് ഉണ്ട്, ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് ഉണ്ട്, ഓപ്പണിംഗ് വർക്ക് ഇൻ റോ മെറ്റീരിയലിന്റെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ക്ലോസിംഗ് ആണ് കാണാനുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം നെറ്റ് ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓപ്പണിംഗ് റോ മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് റോ മെറ്റീരിയൽ ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ഇക്വേഷൻ ചെയ്യുമ്പോൾ സെയിം ഇക്വേഷൻ ചെയ്യുമ്പോൾ നെറ്റ് ഫാക്ടറി കോസ്റ്റ്, ക്വസ്റ്റ്യൻ പ്രകാരം നെറ്റ് ഫാക്ടറി കോസ്റ്റ് 54,000 is equal to ഗ്രോസ് 58,000 പ്ലസ് സ്റ്റോക്ക് 8,000 മൈനസ് എക്സ് ആണ് വരിക. സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, ക്ലോസിംഗ് റോ മെറ്റീരിയൽ ദാറ്റ് ഇസ് WIP ഈസ് ഈക്വൽ ടു, സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആയിരിക്കും, കാൽക്കുലേറ്റർ പ്രകാരം സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആയിരിക്കും 12,000. ചെയ്ത് നോക്കൂ, ഇക്വേഷൻ നോക്കിയാൽ മതി. ഇക്വേഷൻ ചെയ്യുമ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രകാരം രണ്ട് എലമെന്റ് ആണ്, ഗ്രോസ് ഫാക്ടറി കോസ്റ്റും നെറ്റ് ഫാക്ടറി കോസ്റ്റും. ഫാക്ടറി കോസ്റ്റ് മീൻ പ്രൊഡക്ഷന് വേണ്ടി ഫാക്ടറി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഫാക്ടറിയിൽ വരുന്ന കോസ്റ്റ് എലമെന്റ്, എക്സാമ്പിൾ ഫാക്ടറി റെന്റ്, ഫാക്ടറി ലൈറ്റിംഗ്, പ്ലാന്റ് ആൻഡ് മിഷനറി ഡിപ്രീസിയേഷൻ, റേറ്റ്സ് ആൻഡ് റെന്റ്, അങ്ങനെയുള്ള ബാക്കിയുള്ള ഫാക്ടറിയുമായിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് ഫാക്ടറി കോസ്റ്റ്. അപ്പൊ നെറ്റ് ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓപ്പണിംഗ് റോ മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് റോ മെറ്റീരിയൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും. ഇതാണ് നോർമലി സോൾവ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് റോ മെറ്റീരിയൽ കിട്ടും. ചെയ്ത് നോക്കും, ക്വസ്റ്റ്യൻ കാണിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 പ്രകാരം ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് 58,000, നെറ്റ് ഫാക്ടറി കോസ്റ്റ് 54,000, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് 8,000, ഫൈൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഇക്വേഷൻ ചെയ്യുക, സോൾവ് ചെയ്യുക, എമൗണ്ട് പറയും. എമൗണ്ട് ആൻസർ പറയട്ടെ, ആൻസർ പറയാം.
എമൗണ്ട് കൺഫേം 12,000 ഓക്കേടാ. 12,000 കിട്ടുന്നുണ്ടാ? റിപ്ലൈ തരുണ്ടാ? 12,000 എമൗണ്ട് ഓക്കെ ആണോ? ഓക്കെ. ഏതെങ്കിലും പോയിന്റ് ഡൗട്ടിന് പറയാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ടുള്ളവർ ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ കുറെ തിയറി പാർട്ടാണ്. എന്താണ് കോസ്റ്റ്, എന്താണ് കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, എലമെന്റ് ഓഫ് കോസ്റ്റ്, ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, കുറച്ച് തിയറി പാർട്ട് ഉണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഓൺലി ക്ലാസ് കിട്ടി എടുത്തതായിരിക്കും. ഞാൻ ഇമ്പോർട്ടൻസ് പോയിന്റ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6 പ്രകാരം പ്രൈം കോസ്റ്റ് 41. പ്രൈം കോസ്റ്റ് മീൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രൈം കോസ്റ്റ് മീൻ മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രൈം കോസ്റ്റ് 41,000. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് സ്കിൽഡ് ലേബർ 6,000 ആൻഡ് അൺസ്കിൽഡ് ലേബർ 2,000. വേരിയബിൾ വർക്സ് ഓവർഹെഡ് മീൻ ഇൻഡയറക്റ്റ് works overhead 100% of direct wages and fixed works overhead is 60% of direct wage. Sale of scrap is 1,008. Find works cost. Factory cost ആണ്, works cost ആണ്. Another name ആണ് work cost എന്നോ അല്ലെങ്കിൽ factory cost എന്ന് പറയും. നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രൈം കോസ്റ്റ് കാണാം. പ്രൈം കോസ്റ്റ് 41,000. അതിനോട് കൂടി ആഡ് വേരിയബിൾ വർക്സ്. വേരിയബിൾ മീൻ ഇൻഡയറക്റ്റ്. വേരിയബിൾ മീൻ ഇൻഡയറക്റ്റ് വർക്സ് ഓവർഹെഡ്. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആണ്. വേരിയബിൾ വർക്സ് ഓവർഹെഡ് ദാറ്റ് ഈസ് 100% ഓഫ് ഡയറക്റ്റ് വേജ്. ഡയറക്റ്റ് ലേബർ 6,000. അതിന്റെ 100% മീൻ അഗെയിൻ 6,000. Okay. And works overhead 60% of direct wage. Total direct wage in the 60% fixed overhead. Sale of scrap. Wait here. Wait here. Computation of works. Computation of works cost ആണ്. Computation of works cost ആണ്. First one particular, then amount column. First item prime cost. Prime cost is equal to 41,000. Add indirect expenses. അതിൽ പോയിന്റ് നമ്പർ 1 ആയിട്ട് വേരിയബിൾ ക്വസ്റ്റ്യൻ പ്രകാരം വായിക്കുമ്പോൾ വേരിയബിൾ വർക്സ് ഓവർഹെഡ് 100% ഓഫ് ഡയറക്റ്റ് വേജ് ആണ്. ഡയറക്റ്റ് വേജ് 6,000 സ്കില്ലും അൺസ്കിൽഡ് 2,000. ടോട്ടൽ ഡയറക്റ്റ് വേജ് ആണ്. ഹാഡ് വേരിയബിൾ add first one variable works overhead. ബ്രാക്കറ്റിൽ 100% ഓഫ് ഡയറക്റ്റ് വേജ് മീൻ 6,000 സ്കിൽഡും 2,000 അൺസ്കിൽഡും
അതിന്റെ 100% is equal to total 8,000. രണ്ടാമത്തെ പോയിന്റ് നമ്പർ 2 ആയിട്ട് വരുന്നത് ഫിക്സഡ് വർക്ക്സ് ഓവർഹെഡ് 60% ഓഫ് ഡയറക്റ്റ് വേജ്. നിങ്ങൾ നോക്കുമ്പോൾ ഫിക്സഡ് വർക്ക്സ് ഓവർഹെഡ് is equal to 8,000 into 60%. That is 4,800. Subtotal 53,800 less sale of scrap 1,800. remaining works cost, the factory cost, works cost is equal to 52,000. ഇതാണ് ആൻസർ. പെട്ടെന്ന് ഇനി വെയിറ്റ് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഫോർമാറ്റ് കാണിക്കാം. ഫോർമാറ്റിൽ പോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റിൽ വെയിറ്റ് കണ്ടോ, ഇവിടെ കണ്ടോ, ഇതാണ് കാണാൻ പറഞ്ഞ ഐറ്റം. ഈ ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ എലമെന്റ് നോക്കുക, നോക്കൂ. ആദ്യം പ്രൈം കോസ്റ്റ് ഫോർമുല, ആദ്യം പ്രൈം കോസ്റ്റ് അതെടുത്തു. അതിനോട് കൂടി വരുന്ന ഇൻഡയറക്റ്റ് എലമെന്റ് മീൻ എല്ലാ ഇൻഡയറക്റ്റ് ഫാക്ടറി എല്ലാ ഇൻഡയറക്റ്റ് എലമെന്റും ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കറസ്പോണ്ടിങ് ചെയ്യും. ക്വസ്റ്റ്യൻ ചെയ്യുക, ഡൗട്ടിന് പറയാം. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയാലും പറയണം. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി പറയൂ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയാലും പറയണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. 52 ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു. ടെക്സ്റ്റ് പ്രകാരം പ്രൈം കോസ്റ്റിനോട് കൂടി ആഡ് വർക്ക്സ് ഓവർഹെഡ്, ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഫ്രം ദി ഇൻഫർമേഷൻ prepare a statement showing expenses which you would disregard mean not considered in estimating cost. ഒരു പാർട്ടി കോസ്റ്റ്, ഒരു പ്രൊഡക്ഷന് വേണ്ടി കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യും, റിവൈൻഡ് ചെയ്യാം. അപ്പൊ ഞാനൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ്, എത്ര എമൗണ്ട് ആണ് കോസ്റ്റ് വരുന്നത്, ആ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ താഴെ പറയുന്ന ഐറ്റംസിൽ നിന്നും ഏതെല്ലാം കോസ്റ്റ് ആണ് കൺസിഡർ ചെയ്യാൻ പറ്റാത്തത് പഠിക്കുന്ന ഏരിയ. റിവൈൻഡ് ചെയ്യാം.
From the information, prepare a statement showing expenses which you would disregard in estimating cost. Rent and rights, insurance of office, bad debt. Normally bad debt mean financial transaction ആണ്. ആ bad debt amount cost, bad debt expense ആണ്. അത് cost of production കാണുമ്പോൾ, ഒരു യൂണിറ്റിന്റെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കാണുമ്പോൾ കോസ്റ്റ് ആയിട്ട് എടുക്കാൻ, കോസ്റ്റിംഗ് പ്രകാരം കോസ്റ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല. ഡിസ്കൗണ്ട് അലൗഡ്, നോട്ട് എ കോസ്റ്റ്. ബാങ്ക് ചാർജ് കോസ്റ്റ് ആണ്. ഡൊണേഷൻ 150. നിങ്ങൾ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനില് റെന്റ് റൈറ്റ്സ് ഇൻഷുറൻസ്, റെന്റ് റൈറ്റ്സ് ഇൻഷുറൻസ് ഓഫ് ദി ഓഫീസ്, അത് കോസ്റ്റ് ആണ്. കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുമ്പോൾ ഫാക്ടറി കോസ്റ്റ് കഴിഞ്ഞ്, പ്രൈം കോസ്റ്റ് കഴിഞ്ഞ്, ഫാക്ടറി കോസ്റ്റ് കഴിഞ്ഞ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുമ്പോൾ ഈ ഐറ്റം ഓഫീസ് എക്സ്പെൻസ് കോസ്റ്റ് ആയിട്ട് എടുക്കും, പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആയിട്ട് എടുക്കും. ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് അല്ല. ഡിസ്കൗണ്ട് അലൗഡ് നോർമലി സെല്ലിംഗ് എക്സ്പെൻസ് ആണ്, പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ആയിട്ട് എടുക്കും. ഡിസ്കൗണ്ട് അലൗഡ് നോർമലി കോസ്റ്റ് ഓഫ് സെയിൽസ് കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ സെയിൽസ് കോസ്റ്റ് കാണും, സെല്ലിംഗ് എക്സ്പെൻസ് കാണുമ്പോൾ എടുക്കുന്നതാണ്. ഡിസ്കൗണ്ട് അലൗഡ് എടുക്കരുത്, കോസ്റ്റ് അല്ല, പ്രോഡക്റ്റിന്റെ കോസ്റ്റ് അല്ല. ബാങ്ക് ചാർജ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഡൊണേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ 4 ഐറ്റംസ് 3 ഐറ്റംസ് നോക്കാം. റെന്റ് ആൻഡ് റൈറ്റ്സ് 2500 എടുക്കണ്ട. ബാഡ് ഡെപ്റ്റ് അത് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻ പ്രകാരം ഏതെല്ലാം താഴെ പറയുന്ന 5 കോസ്റ്റ് ആണ്, അതിൽ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഡിസ്റിഗാർഡ് ചെയ്ത് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത, കോസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റാത്ത ഐറ്റംസ്, ഒന്ന് ബാഡ് ഡെപ്റ്റ്, രണ്ടാമത്തെ ഡിസ്കൗണ്ട് അലൗഡ്, മൂന്നാമത്തെ ഡൊണേഷൻ. ഈ 3 എമൗണ്ട് നോർമലി പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇതാണ് 650ന്റെ ആൻസർ വരുന്ന എമൗണ്ട്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 होगा. ക്വസ്റ്റ്യൻ നമ്പർ 8, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇഫ് പ്രൈം കോസ്റ്റ് 50,000, ഡയറക്റ്റ് ലേബർ 70% ഓഫ് പ്രൈം കോസ്റ്റ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ടോട്ടൽ പ്രൈം കോസ്റ്റ് 50,000 ആണെന്ന് അറിയാം. പ്രൈം കോസ്റ്റ് 50,000, അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് കാണാൻ പറഞ്ഞത്. നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പ്രൈം കോസ്റ്റ് ഇക്വൽ ടു 50,000 പ്രൈം കോസ്റ്റ്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യൻ പ്രകാരം ഒന്നും പറഞ്ഞില്ലാണ്, ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ഇൻഡ് പറയുന്നില്ല. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്രൈം കോസ്റ്റിന്റെ 70%, 35,000. അങ്ങനെയാണെങ്കിൽ ഈ മിസ്സിംഗ് ഫിഗർ, ഇതാണ് കാണാൻ പറഞ്ഞ ഐറ്റം, ഇതാണ് കാണാൻ പറഞ്ഞ ഐറ്റം എത്രയായിരിക്കും? ഓൾറെഡി 35,000 ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കും 15,000. നിങ്ങൾ ചെയ്യുമ്പോൾ 50,000 അതിൽ നിന്നും എന്ത് കുറക്കാം? മെറ്റീരിയൽ ലേബർ കോസ്റ്റ് 35,000 കുറക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും 15,000 എമൗണ്ട് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. പെട്ടെന്ന് നോക്കുക. ആൻസർ എട്ടാമത്തെ ആൻസർ നോക്കുക. എട്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നോക്കുക. എട്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ 8 നോക്കിയാൽ മതി. പ്രൈം കോസ്റ്റ് ഓൾറെഡി അറിയാം. ലേബർ കോസ്റ്റ് 70%, പ്രൈം കോസ്റ്റ് 35,000. ബാക്കി ഡിഫറൻസ് എമൗണ്ട് ആയിരിക്കും എന്ത്? മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 കൺസെപ്റ്റ് അറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ഓക്കെ,
9 പ്രകാരം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 80,000, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 60,000, ഫാക്ടറി ഓവർഹെഡ് 90,000, ബിഗിനിങ് ഗുഡ്സ് ഇൻ പ്രോസസ് മീൻ ഓപ്പണിംഗ് വർക്കിൽ റോ മെറ്റീരിയൽ ആണ് WIP ഓപ്പണിംഗ് 15,000. ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് മീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 245. വാട്ട് ഈസ് ദി കോസ്റ്റ് അസൈൻഡ് ടു ദി എൻഡ് ഓഫ് ഗുഡ്സ് ഇൻ പ്രോസസ്? ക്വസ്റ്റ്യൻ പ്രകാരം കാണാൻ പറഞ്ഞ ഐറ്റം ക്ലോസിംഗ് stock of raw material bracket WIP amount closing stock, WIP amount closing stock ആണ് കാണാൻ പറഞ്ഞ ഐറ്റം. ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ ആദ്യം നിങ്ങൾ പ്രൈം കോസ്റ്റ് പറയും. എത്രയാണ് പ്രൈം കോസ്റ്റ് എമൗണ്ട് പറയും. പ്രൈം കോസ്റ്റ് എമൗണ്ട് എല്ലാവരും ചെയ്യാം. ടോട്ടൽ പ്രൈം കോസ്റ്റ് എമൗണ്ട് പറയും. ടോട്ടൽ പ്രൈം കോസ്റ്റ് എമൗണ്ട് ഇസ് ഈക്വൽ ടു ഈ ക്വസ്റ്റ്യൻ പ്രകാരം വരുന്ന പ്രൈം കോസ്റ്റ് എമൗണ്ട് ഇസ് ഈക്വൽ ടു എല്ലാവരും പറയട്ടാ എത്രയാണ് പ്രൈം കോസ്റ്റ് എമൗണ്ട് പറയും. പ്രൈം കോസ്റ്റ് എമൗണ്ട് ഇസ് ഈക്വൽ ടു 140. മക്കൾ എല്ലാവരും പറയും പ്രൈം കോസ്റ്റ് എമൗണ്ട് 1,40,000 ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ പ്രകാരം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ ദാറ്റ് ഈസ് 1,40,000. ഫോർമാറ്റ് വരയ്ക്കാം. ഫോർമാറ്റ് particular then amount. First one direct material cost 80,000. നമ്മൾ ഫിഗർ നോക്കണം കറക്റ്റാണെന്നുള്ളത്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 80,000, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 60,000, ടോട്ടൽ പ്രൈം കോസ്റ്റ് ഇസ് ഈക്വൽ ടു 1,40,000. പ്രൈം കോസ്റ്റ് 1,40,000. അതിനോട് കൂടി പ്രൈം കോസ്റ്റിനോട് കൂടി ഒന്നെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ വർക്സ് കോസ്റ്റ് എന്ന് പറയും ആഡ് ചെയ്യാം. ഇൻഡയറക്റ്റ് കറസ്പോണ്ട് ക്വസ്റ്റ്യൻ ഫാക്ടറി ഓവർഹെഡ് ആണ്. ആഡ് ഫാക്ടറി ഓവർഹെഡ് ക്വസ്റ്റ്യൻ പ്രകാരം വരുന്ന ഫാക്ടറി ഓവർഹെഡ് എമൗണ്ട് ആണ് 90,000. ഫാക്ടറി ഓവർ 90,000 ആഡ് ചെയ്യാം. സബ് ടോട്ടൽ ചെയ്യാം. സബ് ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു 2,30,000. അതിനോട് കൂടി ആഡ് ഓപ്പണിംഗ് WIP is equal to 15,000 less closing WIP. ഇതാണ് കാണാനുള്ള ഫിഗർ. പുസ്തകപ്രകാരം കാണാൻ പറഞ്ഞ ഫിഗർ ആണ്. കിട്ടുന്ന ഐറ്റംസ് ആയിരിക്കും. ഇതാണ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫിഗർ. ഈ ഐറ്റംസ് ആണ് കിട്ടുന്ന ഐറ്റംസ് ആയിരിക്കും. ഓൾറെഡി കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് is equal to 2. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രകാരം നിങ്ങളോട് പറയുന്നത് എത്രയാണ് ക്ലോസിംഗ് WIP എന്ന് പറയും. ആൻസർ പറയും. ആൻസർ ഇസ് ഈക്വൽ ടു ക്ലോസിംഗ് WIP റാ മെറ്റീരിയൽ ആണ്
പറയും എമൗണ്ട് പറയും. എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽ ക്ലോസിംഗ് എമൗണ്ട്? 140. പറയും എത്രയാണ് ക്ലോസിംഗ് WIP റോ മെറ്റീരിയൽ ക്ലോസിംഗ് WIP എമൗണ്ട് പറയും. ഹലോ, റിപ്ലൈ തരും. കറസ്പോണ്ടിങ് വരുന്ന എമൗണ്ട് 0. ആൻസർ 0 ആയിരിക്കും. കാരണം നോക്കട്ടെ, ഇവിടെ ചെയ്യുമ്പോൾ ഞാൻ ആൻസർ ഇവിടെ ചെയ്യുമ്പോൾ വരുന്ന ഫിഗർ ആണ് 2.45. ഈ കാണുന്ന കറസ്പോണ്ടിങ് ഗ്രീൻ കളർ ഷെല്ല് 2.45. ആ 2.45 നിന്നും ഏതോ ഒരു ഫിഗർ കുറക്കുമ്പോൾ ക്ലോസിംഗ് WIP കുറക്കുമ്പോൾ 2.45 നിന്നും ക്ലോസിംഗ് WIP എമൗണ്ട് കുറക്കുമ്പോൾ കിട്ടുന്ന ഐറ്റംസ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. അത് അറിയാം. അങ്ങനെയാണ് മിസ്സിംഗ് ഫിഗർ ഈസ് ഈക്വൽ എന്തായിരിക്കും 0. കാരണം രണ്ട് ഫിഗർ 2.45 ആണ്. ഇവിടെ കറസ്പോണ്ടിങ് 2.50 ആയിരുന്നെങ്കിൽ, ഇവിടെ 2.50 ആയിരുന്നെങ്കിൽ കറസ്പോണ്ടിങ് ക്ലോസിംഗ് WIP ആയിരിക്കും 5000 ആയിരിക്കും. കാരണം 2.50 നിന്നും 5000 എമൗണ്ട് കുറക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 2.45. ഇവിടെ കറസ്പോണ്ടിങ് വരുന്ന ഐറ്റം 2,45,000 ആണ്. 2,45,000 ആണ്. കറസ്പോണ്ടിങ് ക്ലോസിംഗ് WIP എമൗണ്ട് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, പെട്ടെന്ന് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യുക. ഡൗട്ട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുക. ഡൗട്ടിന് ചോദിക്കുക. ചെയ്താ റിപ്ലൈ തരൂട്ടാ, റിപ്ലൈ തരൂ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയാ? നിങ്ങളെ വെയിറ്റ് ചെയ്യണേ. ഹലോ, ഓക്കെ, റിപ്ലൈ തരൂ. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10 പ്രകാരം given data that finished goods of opening stock ആണ് 30,000, closing stock ആണ് 50,000, cost of goods sold 1,90,000. what will be cost of production? പെട്ടെന്ന് പറയും. നിങ്ങൾ ഓൾറെഡി പറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇക്വേഷൻ പറഞ്ഞാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എത്ര എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാറിപ്പോയത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി മറ്റുള്ള എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസും അതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്ക് എമൗണ്ട് കുറച്ചാൽ കിട്ടുന്ന ഫിഗർ ആണ് നോർമലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നിങ്ങൾ സെയിം നോർമലി എടുക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം, കാണിച്ചു തരാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുമ്പോൾ ശ്രദ്ധിക്കട്ടാ, ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ.
ഒരു ഗുഡ്സ് ഉണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിനോട് കൂടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എമൗണ്ടിനോട് കൂടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എമൗണ്ടിനോട് കൂടി സെല്ലിംഗ് എക്സ്പെൻസ്, മറ്റുള്ള സെല്ലിംഗ് എക്സ്പെൻസ്, ക്വസ്റ്റ്യൻ ഗിവൺ നോട്ട് ഗിവൺ ആണ്, ക്വസ്റ്റ്യൻ മാർക്കിൽ സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യും. നോർമലി കിട്ടുന്ന എമൗണ്ടിന്റെ പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയും നോർമലി. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇതിനോട് കൂടി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാം. കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. രണ്ട് ഇഫക്ട് സെയിം ആണ്. ചെയ്ത് നോക്കൂ. എമൗണ്ട് പറയും. ക്വസ്റ്റ്യൻ കാണിക്കാം. ചെയ്യൂ. ഇത്ര എമൗണ്ട് ആണ് ഫിനിഷ്ഡ് ഗുഡ്സുകൾ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയാം. കോസ്റ്റ് ഓഫ് നേരെ ഓപ്പോസിറ്റ് എലമെന്റ് കാരണം ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എലമെന്റ് കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ എലിമിനേറ്റ് ചെയ്യണം. മാറിപ്പോരുത്. ചെയ്ത് നോക്കൂ. നോക്കട്ടാ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആഡ് ക്ലോസ് സ്റ്റോക്ക് ലെസ് ഓപ്പൺ, നേരെ ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി സെയിം ഇക്വേഷൻ ആൻസർ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി ഓപ്പണിംഗ് സ്റ്റോക്കും ആഡ് ചെയ്യുക. ക്ലോസ് സ്റ്റോക്ക് ലെസ് കിട്ടുന്നത് കാരണം കറസ്പോണ്ടിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. പെട്ടെന്ന് കംപ്ലീറ്റ് ആയി പറയാം. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി പറയാം. നിങ്ങൾ ഡൗട്ടിന് ചോദിക്കൂട്ടാ. ഉണ്ടായിരിക്കില്ല. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി പറയാം. ഓക്കെ, കംപ്ലീറ്റ് വിചാരിക്കുന്നു. ടെന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ 10 കംപ്ലീറ്റ് ആയ 10 കംപ്ലീറ്റ് ആയെന്ന് പറയട്ടാ. ചെയ്യാനൊന്നുമില്ല പ്രത്യേകിച്ച്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 ശ്രദ്ധിക്കട്ടാ. 11 ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11 പ്രകാരം prepare a statement of cost from the following data to show material consumed, prime cost, factory cost, cost of goods sold and also profit. പെട്ടെന്ന് ചെയ്യും. നിങ്ങൾ ചെയ്യാൻ ഫുൾ ഓൾറെഡി ഫോർമാറ്റ് ഫുള്ള് പറഞ്ഞു. ഫസ്റ്റ് പ്രൈം കോസ്റ്റ് വരും. അതിനോട് കൂടി ഇൻഡയറക്റ്റ് ഓവർഹെഡ് മീൻ ഫാക്ടറിയുമായിട്ട് വരുന്ന ഐറ്റംസ്, ഫാക്ടറി റെന്റോ ഫാക്ടറി ഡിപ്രീഷൻ അങ്ങനെയുള്ള ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ് വരും. അതിനോട് കൂടി ഓഫീസ് ഐറ്റംസ് കറസ്പോണ്ടിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരും. ദെൻ സെല്ലിംഗ് എമൗണ്ട് കോസ്റ്റ് ഓഫ് സെയിൽ വരും. ദെൻ പ്രോഫിറ്റ് എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് സെയിൽസ്. ക്വസ്റ്റ്യൻ പ്രകാരം റോ മെറ്റീരിയൽ, ഓപ്പണിംഗ് റോ മെറ്റീരിയൽ ഉണ്ട്, ക്ലോസിംഗ് റോ മെറ്റീരിയൽ ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് മെറ്റീരിയൽ പർച്ചേസ് ഡ്യൂറിംഗ് ദി ഇയർ ഉണ്ട്,
wage paid, factory overhead, administration overhead, selling and distribution overhead, sales. ചെയ്ത് നോക്കൂ. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ, നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ പ്രകാരം കോസ്റ്റ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ചെയ്ത് നോക്കൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. എത്രയാണ് പ്രോഫിറ്റ് എമൗണ്ട്, ഓരോ എലമെന്റ് പറയും. എത്രയാണ് പ്രൈം കോസ്റ്റ് പറയാ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ, ഞാൻ ചെയ്തു തരാം. വെയിറ്റ് ചെയ്യാം, നിങ്ങൾ തുടങ്ങിക്കോളും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. particular ഓക്കെ, ഫസ്റ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ക്വസ്റ്റ്യൻ പ്രകാരം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഇസ് ഈക്വൽ ടു ഫിഗർ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഇസ് ഈക്വൽ ടു 60,000 രൂപ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 60,000. അതിനോട് കൂടി ആഡ് പർച്ചേസ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. റോ മെറ്റീരിയൽ പർച്ചേസ്. ക്വസ്റ്റ്യൻ പ്രകാരം റോ മെറ്റീരിയൽ പർച്ചേസ് എമൗണ്ട് ആണ് 9 lakh. then less closing stock of raw material. ക്വസ്റ്റ്യൻ പ്രകാരം ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഇസ് ഈക്വൽ ടു 50,000. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് അതിനോട് കൂടി പർച്ചേസ് ആഡ് ചെയ്യും, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിന്റെ പേരാണ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദി ഇയർ. അത് പറഞ്ഞു, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു 9,10,000. അത് ഇക്വേഷൻ ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി പർച്ചേസ് ആഡ് ചെയ്യും, ക്ലോസ് സ്റ്റോക്ക് ലെസ് ചെയ്യും, കിട്ടുന്ന എമൗണ്ട് ആണ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 9,10,000. റോ മെറ്റീരിയൽ എലമെന്റ്. അതിനോട് കൂടി ആഡ് ഡയറക്റ്റ് വേജസ്. ക്വസ്റ്റ്യൻ പ്രകാരം ഡയറക്റ്റ് വേജസ് ആണ് 5 lakh എമൗണ്ട് ആണ്. ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് ഡയറക്റ്റ് വേജ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, കിട്ടുന്ന എമൗണ്ട് ആണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഇസ് ഈക്വൽ ടു 14,10,000. 14,10,000. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. എത്രയാണ് പ്രൈം കോസ്റ്റ്? പ്രൈം കോസ്റ്റ് ഇസ് ഈക്വൽ ടു 14,10,000. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഇത്ര ഈ ഏരിയ കംപ്ലീറ്റ് പറയട്ടാ. ഫസ്റ്റ് ഓൾറെഡി ഡൗട്ടിന് ചോദിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ഓൺലി റോ മെറ്റീരിയൽ പർച്ചേസ് ആഡ് ചെയ്യും, ക്ലോസ് സ്റ്റോക്ക് കുറക്കുമ്പോൾ കിട്ടുന്ന ഐറ്റംസ് ആണ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, ആഡ് ഡയറക്റ്റ് വേജസ്, കിട്ടുന്ന എമൗണ്ട് ആണ് പ്രൈം കോസ്റ്റ്. ഡൗട്ടിന് പറയാം. ഇത്രയും പാർട്ട് ഏതെങ്കിലും പോയിന്റ് ഡൗട്ടിന് പറയാം. ഓക്കെ,
ഇനി ഇതിനോട് കൂടി പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് വർക്ക്സ് ഓവർഹെഡ് ആഡ് ചെയ്യും. ഫാക്ടറി കോസ്റ്റിനോട് കൂടി വർക്ക്സ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐറ്റംസ് ആണ് ഫാക്ടറി കോസ്റ്റ്. ആഡ് ഫാക്ടറി വർക്ക്സ് ഫാക്ടറി ഓവർഹെഡ് ഫോർമാറ്റ് പ്രകാരം പറയും. ഫാക്ടറി ഓവർഹെഡ് ക്വസ്റ്റ്യൻ പ്രകാരം ഫാക്ടറി ഓവർഹെഡ് 2 lakh amount ആണ്. ഫാക്ടറി ഓവർഹെഡ് 2 lakh amount ആണ്. ഇന്നർ കോൾ 2 lakh amount ഇന്നർ കോളത്തിൽ എഴുതാം. ഫാക്ടറി ഓവർഹെഡ് 2 lakh amount ആഡ് ചെയ്യണം. ഇനി ആ കറസ്പോണ്ടിങ് 2 lakh amount ഔട്ടർ കോൾ ചെയ്താം. സബ് ടോട്ടൽ 16,10,000 ഇതിനോട് കൂടി ആഡ് ഫാക്ടറി കോസ്റ്റ് ഓവർഹെഡിനോട് കൂടി ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP. ക്വസ്റ്റ്യൻ പ്രകാരം ഫാക്ടറിയിൽ വർക്ക് ഇൻ പ്രോസസ് ഓപ്പണിംഗ് സ്റ്റോക്ക് 24,000 ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് WIP ലെസ് ആണ് 30,000. കിട്ടുന്ന ഐറ്റംസ് ആണ് ഫാക്ടറി കോസ്റ്റ്. രണ്ടാമത്തെ പഠിക്കും ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് എന്ന് പറയും. ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 16,04,000. രണ്ടാമത്തെ ആൻസർ ഫാക്ടറി കോസ്റ്റ് 16,04,000 രണ്ടാമത്തിന്റെ ആൻസർ. ഓക്കെ. ഇനി അത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പറയുന്ന ഐറ്റം അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ട്. ഓഫീസ് എക്സ്പെൻസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ട്. ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ക്വസ്റ്റ്യൻ പ്രകാരം അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ് 50,000. സബ് ടോട്ടൽ is equal to 16,54. അതിനോട് കൂടി ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് FG ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് FG. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 120 ആഡ് 1,20,000 ലെസ് 1,10,000. ഓൾറെഡി ഫാക്ടറി കോസ്റ്റ് വർക്ക്സ് കോസ്റ്റ് അതിനോട് കൂടി അഡ്മിനിസ്ട്രേഷൻ അവരുടെ സ്റ്റോക്കിന്റെ ഇഫക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐറ്റംസ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് is equal to അടുത്ത ആൻസർ 16,64. നെക്സ്റ്റ് പോയിന്റ് 16,64. മൂന്നാമത്തെ ആൻസർ 16,64. മൂന്നാമത്തെ ആൻസർ 16,64 ആണ്. ഇനി ഇതിനോട് കൂടി ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ക്വസ്റ്റ്യൻ പ്രകാരം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 30,000. സെയിൽസുമായി വരുന്ന എക്സ്പെൻസ് കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് സെയിൽ is equal to 1,94,000. കോസ്റ്റ് ഓഫ് സെയിൽ 1,94,000. അടുത്ത പ്രോഫിറ്റ് ഇതോടെ അറിയില്ല. പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. പ്രോഫിറ്റ് കാണണം.
പക്ഷെ സെയിൽസ് അറിയാം. സെയിൽസ് ഓൾറെഡി ഗിവൺ. സെയിൽസ് ഫിഗർ ഓൾറെഡി സെയിൽസ് ഫിഗർ ഇസ് ഇക്വൽ ടു 20 lakhs ആൻഡ് സെയിൽസ് ഫിഗർ. അങ്ങനെ പ്രോഫിറ്റ് എമൗണ്ട് ഇസ് ഇക്വൽ ടു 3,06,000. പ്രോഫിറ്റ് ഫിഗർ ഇസ് ഇക്വൽ 3,06,000. ആ റെഡ് കളറാണ് പ്രോഫിറ്റ് എമൗണ്ട്. പെട്ടെന്ന് ചെയ്യും. ഏതെങ്കിലും പോയിന്റ് ഡൗട്ടിന് ചോദിക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും? റോ മെറ്റീരിയലിന്റെ സ്റ്റോക്കിന്റെ എഫക്റ്റ് പ്രൈം കോസ്റ്റ് കാണുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ സ്റ്റോക്ക് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് കാണുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സ്റ്റോക്ക് നിങ്ങൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടി സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെന്റ് ആണ് നോർമലി കോസ്റ്റ് ഓഫ് സെയിൽ. ആ കോസ്റ്റ് ഓഫ് സെയിൽസിനോട് കൂടി പ്രോഫിറ്റ് എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ് കോസ്റ്റ് ഓഫ് സെയിൽ. ഓൾറെഡി സെയിൽസ് ഫിഗർ ക്വസ്റ്റ്യൻ പ്രകാരം ഗിവൺ ആണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് മൈനസ് ഫിഗർ ആയിട്ട് വരുന്നത്, കറസ്പോണ്ടിങ് ചെയ്യുന്ന ഇഫക്റ്റ്. പെട്ടെന്ന് ചെയ്യും. ഇതാണ് ഫോർമാറ്റ് കേട്ടോ, കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയാലും പറയണം. പറയാം. കൺഫേം ചെയ്യൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാം മക്കളെ, കംപ്ലീറ്റ് ചെയ്യാം എല്ലാവരും. ഓക്കെ ഇതാണ് ഈ ചാപ്റ്ററിൽ. ഇനി 2 ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉണ്ടാവും, നിങ്ങൾ ചെയ്യണം. 2 ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉണ്ടാവും. ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആൻസർ സെൻഡ് ചെയ്യുക. 2 ക്വസ്റ്റ്യൻ തോന്നിക്കോളൂ. ബാക്കി റിമൈനിങ് 2 ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ടാവും. അതിന്റെ ആൻസർ ഇന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ടുഡേ ഞാൻ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. 11:30 ആയി. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യട്ടാ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യട്ടാ.